ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് യൂണിറ്റ് ടെസ്റ്റിന്റെ ആണ് ഇന്നത്തെ ക്ലാസ്. നമ്മുടെ 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം, നമ്മുടെ 3ാമത്തെ പാഠം. എല്ലാ കൂട്ടുകാരും 3ാമത്തെ പാഠത്തിന്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞെഴുത്ത് എന്നുള്ള പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മുടെ എല്ലാ സബ്ജക്റ്റിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെയും അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തന പുസ്തകങ്ങൾ ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ്സുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളുടെ ലിങ്കും പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 3ാമത്തെ പാഠം ആർപ്പോ ഇറോ എന്നുള്ള പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടോട്ടൽ 35 മാർക്സ്, 35 മാർക്കിന്റെ ക്ലാസ് ആണ്. 35 മാർക്കാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ളത്. അപ്പൊ നമുക്ക് എത്ര പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ നോക്കാം. നമ്മുടെ 1ാമത്തെ പ്രവർത്തനം നോക്കിക്കേ. എന്താ 1ാമത്തെ പ്രവർത്തനം? വിട്ടുപോയ വാക്കുകൾ പൂരിപ്പിക്കുക. അതായത് നമ്മുടെ പാഠത്തിലെ കളിപ്പാട്ടുണ്ട് അല്ലെ, നമ്മുടെ ആർപ്പോ ഇറോ എന്നുള്ള നമ്മുടെ കളിപ്പാട്ടിലെ കുറച്ച് ചില വാക്കുകളാണ് ഇവിടെ വിട്ടുപോയിരിക്കുന്നത്. ആ വിട്ടുപോയ വാക്കുകളാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? പൂരിപ്പിക്കേണ്ടത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ അല്ലെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ നമ്മുടെ പ്രവർത്തന പുസ്തകത്തിലൊക്കെ നമ്മൾ ഇതേ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതുപോലെ വിട്ടുപോയ വാക്കുകൾ അല്ലെ. അപ്പൊ ആർപ്പോ ഇറോ എന്നുള്ള നമ്മുടെ കളിപ്പാട്ടിലെ വിട്ടുപോയ വാക്കുകൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതി ചേർക്കുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 2ാമത്തെ പ്രവർത്തനം. താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങളുള്ള 2 വാക്കുകൾ വീതം എഴുതുക. അപ്പൊ ഇവിടെ ചില അക്ഷരങ്ങൾ തന്നിട്ടില്ലേ? നിങ്ങൾക്ക് അറിയുന്ന അക്ഷരങ്ങളല്ലേ ഇതെല്ലാം. എന്ത് ചെയ്യണം? ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ എഴുതുക. ഓക്കെ, അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ നമുക്ക് ആർപ്പോ ഇറോ എന്നുള്ള പാഠത്തിൽ പഠിച്ച വാക്കുകളാണെങ്കിലും കുഴപ്പമില്ല, അത് അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളാണെങ്കിലും എഴുതാം. കൂടുതൽ വാക്കുകൾ അറിയാമെങ്കിലും അത് എഴുതി ചേർക്കാം കേട്ടോ. അപ്പൊ ഏതൊക്കെ അക്ഷരങ്ങൾ നമുക്ക് നോക്കാം. ഇർ, ഓ, ഭ, ഠ, ഇൽ. അപ്പൊ നോക്കിയത് കൂട്ടക്ഷരങ്ങളാണ്. ഭായും ഠായും അല്ലെ. ഭാന്റെ കൂട്ടക്ഷരമാണ് ഭ. അതുപോലെ ഠായുടെ കൂട്ടക്ഷരമാണ് ഠ അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? ഈ അക്ഷരങ്ങൾ വരുന്ന 2 വാക്കുകൾ വീതം എഴുതി ചേർക്കുക. ഓക്കെ, 10 മാർക്കിന്റെ ചോദ്യമാണ്. ഇതാണ് നമ്മുടെ 2ാമത്തെ പ്രവർത്തനം. അടുത്ത നമ്മുടെ 3ാമത്തെ പ്രവർത്തനം. വരികൾ കൂട്ടിച്ചേർക്കാം. ആരെക്കുറിച്ചുള്ള കവിതയാണിത്? ആരെക്കുറിച്ചുള്ള പാട്ടാ? ഒരു പട്ടത്തിനെ കുറിച്ച്. ഇവിടെ ചിത്രം കൊടുത്തിട്ടില്ലേ? ഒരു പട്ടമാണ് അല്ലെ. ഒരു പട്ടത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു പാട്ടാണ്, ഒരു ചെറിയൊരു കവിതയാണ് ഇവിടെ ഉള്ളത്. അതിലെ കുറച്ചു വരികൾ, 4 വരികൾ ഇവിടെ എഴുതിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് നമ്മൾ എഴുതി ചേർക്കണം. അപ്പൊ എന്താ, നമുക്ക് വായിച്ചു നോക്കാം. ചന്തമുള്ള പട്ടം, പുള്ളിയുള്ള പട്ടം. അപ്പൊ നോക്കി, നമ്മുടെ വരികൾ എഴുതുമ്പോൾ അവസാനം പട്ടം എന്നതിൽ അവസാനിക്കണ പോലെയാണ് എഴുതുന്നത് അല്ലെ. അവസാനത്തെ വരി എന്താ? എന്റെ സ്വന്തം പട്ടം. അപ്പൊ നമുക്ക് പട്ടവുമായി ബന്ധപ്പെട്ട 4 വരിയാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത് കേട്ടോ. ഇത് ഈ വരികൾ കൂട്ടിച്ചേർക്കാന്നുള്ള പോലത്തെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. നമ്മുടെ പ്രവർത്തനം 3 5 മാർക്കിന്റെയാണ്. അടുത്തത് പ്രവർത്തനം 4. എന്തെല്ലാം കണ്ടു? ആര് കണ്ടതാണ്? നമ്മുടെ മാനത്തുള്ള പട്ടം അല്ലെ. നമ്മുടെ മാനത്തുള്ള പട്ടം താഴെ നോക്കി. താഴെ നോക്കിയപ്പോ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ്. ഹായ്, എന്തെല്ലാം കാഴ്ചകൾ? പട്ടം എന്തെല്ലാം കണ്ടു? അതായത് നമ്മൾ പട്ടം മാനത്ത് നിന്ന് താഴെ നോക്കിയപ്പോ കണ്ട കാഴ്ചകൾ എന്താന്നൊക്കെ നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് കണ്ടത് താഴെ നോക്കിയപ്പോ എന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതി ചേർക്കേണ്ടത്. ഇവിടെ ഇതുണ്ട്, ഇതുപോലെ 2 നമ്മൾ കണ്ടു കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ താഴേക്ക് എഴുതുമ്പോൾ, വാക്കുകൾ എഴുതുമ്പോൾ എല്ലാത്തിനും കൂടെ എന്ത് ചെയ്യണം? കണ്ടു കണ്ടു എന്ന് പറഞ്ഞിട്ട് എഴുതി ചേർക്കണം. ഓക്കെ, അടുത്തത് പ്രവർത്തനം 5. പൂരിപ്പിക്കുക. എന്താ പൂരിപ്പിക്കേണ്ടത്? വാക്കുകളാണോ അക്ഷരങ്ങളാണോ? അക്ഷരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. നമ്മുടെ എന്താണ് വിട്ടുപോയ നമ്മൾ ഈ 5 വാക്കുകളും നമ്മുടെ പാഠത്തിൽ പഠിക്കുന്ന വാക്കുകൾ തന്നെയാണ്. നമ്മുടെ പാഠത്തിലുള്ള അതേ വാക്കുകൾ തന്നെയാണ്. അതിൽ അക്ഷരങ്ങൾ, വിട്ടുപോയ അക്ഷരങ്ങളാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. അപ്പൊ 5 വാക്കുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? തെറ്റുകൂടാതെ അക്ഷരങ്ങൾ, അല്ലെങ്കിൽ ചിലതിന് അക്ഷരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിഹ്നങ്ങളായിരിക്കാം. വിട്ടുപോയത് എന്താണോ അതെന്ത് ചെയ്യുക? പൂരിപ്പിക്കുക. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കാണ് ഇതിന്. അടുത്തത് പ്രവർത്തനം 6. എത്ര കളികൾ. നമ്മൾ കളികളെ കുറിച്ചിട്ട്, ധാരാളം കളികളെ കുറിച്ച് നമ്മുടെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് കളികൾ, ഓടിക്കളി, ഒളിച്ചുകളി ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കളികളുടെ പേരെഴുതുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയുന്ന ഏത് കളിയുടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? പേരെഴുതാം. അപ്പൊ ഇവിടെ 5 കളിയുടെ പേരെഴുതാനാണ് പറയുന്നത്.
ഓക്കെ, അപ്പൊ 6 പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ യൂണിറ്റ് ടെസ്റ്റിലുള്ളത്. അപ്പൊ എല്ലാ ചോദ്യങ്ങളും തെറ്റുകൂടാതെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിന്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക. നമ്മൾ കളികളുടെ പേരും അതേപോലെ തന്നെ എല്ലാ വാക്കുകളും എല്ലാം നമ്മൾ അതിൽ പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ പാഠം വായിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. റീഡിംഗ് ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ കാണാത്ത കൂട്ടുകാരെങ്കിൽ തീർച്ചയായും കാണുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്